കോൺഗ്രസ് പാർലമെന്ററി യോഗം ശശി തരൂർ ബഹിഷ്കരിച്ചേക്കും. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായുള്ള യോഗത്തിൽ തരൂർ പങ്കെടുക്കില്ലെന്നാണ് സൂചന. വിശദാംശങ്ങളുമായി അബ്ദുൾ റഷീദ് ചേരുകയാണ്. അബ്ദുൾ റഷീദ്, സോണിയാഗാന്ധി വിളിച്ച യോഗത്തിൽ പങ്കെടുക്കില്ല എന്നൊരു തീരുമാനമാണ് ഇപ്പോൾ ശശി തരൂർ അറിയിച്ചിരിക്കുന്നത്. എന്താണ് മറ്റ് വിശദാംശങ്ങൾ? ഉറപ്പാണോ അദ്ദേഹം പങ്കെടുക്കുന്നില്ല എന്ന കാര്യത്തിൽ? സിന്ധൂര്, ജൂലൈ 21 മുതലാണ് വർഷകാല സമ്മേളനം, പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ആരംഭിക്കുന്നത്. ഇതിന്റെ മുന്നോടിയായാണ് കോൺഗ്രസിന്റെ നിലപാടുകൾ വ്യക്തമാക്കുന്നതിന് വേണ്ടി ഇത്തരത്തിലൊരു പാർലമെന്ററി സമ്മേളനം സോണിയാഗാന്ധി വിളിച്ചു ചേർത്തിരിക്കുന്നത്. ഇതിലാണ് ഇപ്പോൾ ശശി തരൂർ MP പങ്കെടുത്തേക്കില്ല എന്നുള്ള വിവരം പുറത്തു വരുന്നത്. എന്തായാലും നിലവിൽ ഇപ്പോൾ അമേരിക്കയിലും അതോടൊപ്പം മറ്റു രാജ്യങ്ങളിലുമായി വിദേശ പര്യടനം തുടരുകയാണ് ശശി തരൂർ. അതേസമയം ശശി തരൂരിന്റെ പല നിലപാടുകളും കോൺഗ്രസിന്റെ നേതൃത്വത്തിലും അതോടൊപ്പം AICC ജനറൽ സെക്രട്ടറിമാരിലൊക്കെ തന്നെയും വലിയ ഒരു ഭിന്നിപ്പ് ഉണ്ടാക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള പാർലമെന്ററി കാര്യ യോഗത്തിൽ പോലും ശശി തരൂർ പങ്കെടുത്തേക്കില്ല എന്നുള്ള വിവരം പുറത്തുവരികയും ചെയ്തിട്ടുള്ളത്. എന്തായാലും നേരത്തെ ഈ ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ടും അതോടൊപ്പം പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെയും കേന്ദ്ര സർക്കാർ അതിന്റെ വിശദാംശങ്ങൾ പുറത്തുവിടണം എന്നതടക്കമുള്ള ആവശ്യങ്ങൾ കോൺഗ്രസും മറ്റു പ്രതിപക്ഷ പാർട്ടികളൊക്കെ തന്നെയും ആവശ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പ്രത്യേക പാർലമെന്റ് സമ്മേളനം വിളിക്കണമെന്ന ആവശ്യങ്ങളൊക്കെ തന്നെ നിരാകരിക്കുന്ന ഒരു സമീപനമാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും ചെയ്തിട്ടുള്ളത്. ഈ ഒരു കാര്യം, അതായത് ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം പ്രധാനമായും ഈ പാർലമെന്റ് സമ്മേളനത്തിൽ ഉന്നയിക്കാൻ തന്നെയാണ് കോൺഗ്രസും അതോടൊപ്പം മറ്റു ഇടതു പാർട്ടികൾ അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അതേസമയം ഈ ബീഹാർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വോട്ടർ പട്ടികയിലെ പരിഷ്കരണം, അത്തരത്തിലുള്ള പ്രധാനപ്പെട്ട വിഷയങ്ങളൊക്കെ തന്നെയും ഇതിൽ ഈ വർഷകാല സമ്മേളനത്തിൽ ഉന്നയിക്കാനാണ് കോൺഗ്രസിന്റെയും മറ്റു പ്രതിപക്ഷ പാർട്ടികളുടെ തീരുമാനം. അതേ ഘട്ടത്തിലാണ് ഇപ്പോൾ ഈ കോൺഗ്രസിന്റെ നിർണായകമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്ന ഈ പാർലമെന്ററി കാര്യ സമ്മേളനത്തിൽ പോലും ശശി തരൂർ പങ്കെടുത്തേക്കില്ല എന്നുള്ള കാര്യം വ്യക്തമാകുന്നത്. നിലവിൽ 18 ആയിരിക്കും ശശി തരൂർ വിദേശ പര്യടനം കഴിഞ്ഞ ഇന്ത്യയിലേക്ക് തിരിച്ചെത്തുക എന്നുള്ള വിവരമാണ് നമുക്ക് ലഭ്യമാകുന്നത്. അതിന് മുന്നോടിയായി തന്നെ ഇത്തരത്തിൽ ശശി തരൂരിനെ പങ്കെടുപ്പിക്കേണ്ടതില്ല എന്നുള്ളൊരു നിലപാട് കൂടി ഇപ്പോൾ ഈ കോൺഗ്രസിന്റെ ഹൈക്കമാൻഡിന്റെ ഭാഗത്ത് ഉണ്ടാവുകയും ചെയ്യുന്നു. വീണ്ടും ഈ ശശി തരൂരും അതോടൊപ്പം കോൺഗ്രസിന്റെ നേതൃത്വവും തമ്മിൽ പിന്നിൽ ഒരു ഉരസൽ ഉണ്ടാകുന്ന സാഹചര്യത്തിലേക്ക് തന്നെയാണ് നീങ്ങുന്നത്. എന്തായാലും ശശി തരൂരിന്റെയും അതോടൊപ്പം കോൺഗ്രസിന്റെയും നിലപാടുകൾ എന്തെല്ലാമാണ് എന്നുള്ളത് ഏറെ നിർണായകമായിരിക്കും. സിന്ധു, അബ്ദുൾ റഷീദ്, താങ്കൾ പറഞ്ഞ പോലെ തന്നെ വളരെയധികം പ്രസക്തമായ ഒന്നാണ് ഈ ഒരു സാഹചര്യത്തിൽ പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം. കാരണം ഓപ്പറേഷൻ സിന്ദൂർ മുതലുള്ള എല്ലാ പ്രശ്നങ്ങളിലും പ്രതിപക്ഷത്തിന് കേന്ദ്രത്തിനെതിരെ ശക്തമായി പ്രതികരിക്കുവാൻ കിട്ടുന്ന ഒരു അവസരം ഈ വർഷകാല സമ്മേളനത്തിലാണ്. അത്തരത്തിൽ വളരെയധികം പ്രാധാന്യമുള്ള ഒരു വർഷകാല സമ്മേളനത്തിൽ ഏതൊക്കെ രീതിയിൽ പ്രവർത്തിക്കണം, ഏത് രീതിയിൽ പ്രതികരിക്കണം എന്നതിനെക്കുറിച്ച് തീരുമാനമെടുക്കേണ്ട കോൺഗ്രസ് പാർലമെന്ററി യോഗത്തിൽ നിന്നുമാണ് ഇപ്പോൾ ശശി തരൂർ ആ യോഗം ബഹിഷ്കരിച്ചേക്കും എന്നൊരു വാർത്ത, ഒരു വിവരം നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഇത് അബ്ദുൾ റഷീദ് പറഞ്ഞ പോലെ തന്നെ ഇവർക്കിടയിലെ ഭിന്നത, ശശി തരൂരിനും കോൺഗ്രസിന്റെ നേതൃത്വത്തിനും എതിരെയുള്ള അതിനിടയിലുള്ള ഭിന്നത കൂടുതൽ സ്പഷ്ടമായി നമ്മുടെ മുന്നിലേക്ക് എത്തുകയാണ്, അല്ലേ? സിന്ധൂർ, തീർച്ചയായും അത് തന്നെയാണ് ഏറെ നിർണായകമായിട്ടുള്ളത്. കാരണം BJPയുടെയും അതോടൊപ്പം കേന്ദ്ര സർക്കാരിനെയും വിവിധ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ നേരത്തെ തന്നെ വിശദാംശങ്ങൾ ചോദിച്ചുകൊണ്ട് കോൺഗ്രസും അതോടൊപ്പം മറ്റു പ്രതിപക്ഷ പാർട്ടികളൊക്കെ തന്നെയും രംഗത്തെത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിന് ഇടയിലാണ് ഇപ്പോൾ 21 വർഷകാല സമ്മേളനം, ഓഗസ്റ്റ് 21 വരെ പ്രഖ്യാപിച്ചിട്ടുള്ള വർഷകാല സമ്മേളനം ആരംഭിക്കാൻ പോകുന്നത്. ഇതിന് മുന്നോടിയായിക്കൊണ്ട് കോൺഗ്രസിന്റെയും അതോടൊപ്പം പ്രതിപക്ഷ പാർട്ടികളുടെയും ഇന്ത്യ സഖ്യത്തിന്റെയും നിലപാടുകൾ എങ്ങനെ കൊണ്ടുപോകണം, ഈ കേന്ദ്ര സർക്കാരിനെതിരെയും BJPക്കെതിരെയും പാർലമെന്റിൽ എങ്ങനെയൊക്കെ സംസാരിക്കണം, പ്രവർത്തിക്കണം എന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഒരു ചർച്ച നടത്താൻ വേണ്ടിയാണ് ഇപ്പോൾ കോൺഗ്രസ് പ്രധാനമായും ഇത്തരത്തിലൊരു യോഗം വിളിച്ചു ചേർക്കുകയും ചെയ്തിട്ടുള്ളത്. മറ്റന്നാളാണ് ഈ യോഗം നടക്കുന്നത്. എന്തായാലും ഈ യോഗത്തിൽ നിന്നാണ് ഇപ്പോൾ ശശി തരൂർ വിട്ടുനിൽക്കും എന്നുള്ള കാര്യം ഇപ്പോൾ വ്യക്തമാവുകയും ചെയ്യുന്നത്. എന്തായാലും ശശി തരൂരും അതോടൊപ്പം കോൺഗ്രസ് നേതൃത്വവും വീണ്ടും ഒരു ഭിന്നിപ്പ് ഉണ്ടാകുന്നു എന്നുള്ള സാഹചര്യത്തിലേക്ക് തന്നെയാണ് നീങ്ങുന്നത്. നേരത്തെ കോൺഗ്രസിൽ നിന്നും ഒഴിവാക്കിക്കൊണ്ട് BJPയിലേക്ക് ചേക്കാറാനുള്ള ഒരു ശ്രമം ശശി തരൂരിന് ഉണ്ടെങ്കിൽ അത് അംഗീകരിക്കില്ല എന്ന ഒരു നിലപാട് പല കോൺഗ്രസിന്റെ നേതാക്കളുടെ ഭാഗത്ത് ഉണ്ടാവുകയും ചെയ്തിരുന്നു. പിന്നീട് ശശി തരൂരിന്റെ പല വിവാദ പ്രസ്താവനകളിൽ നിന്നും വിട്ടുനിൽക്കണം എന്നൊരു നിർദ്ദേശം ഹൈക്കമാൻഡ് അടക്കം വിവിധ നേതാക്കൾക്കും AICC ജനറൽ സെക്രട്ടറിമാർക്കൊക്കെ തന്നെ നൽകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ വലിയൊരു വിഘടിപ്പ് ഇരു ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ കോൺഗ്രസിന്റെ ഈ നിർണായകമായിട്ടുള്ള യോഗത്തിൽ നിന്നും ശശി തരൂർ വിട്ടുനിൽക്കുന്നത് എന്നുള്ളതാണ് വ്യക്തമാണ്.